ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ 2 ദിവസമായിട്ട് വിശേഷമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരിയും അതുപോലെ തന്നെ ശ്യാം സാറും ആദർശും വേണിയും മുത്തശ്ശിയും നന്ദിനി അമ്മയും നമ്മുടെ ആരതിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്യാം സാറിനോട് കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ വേണി ആകെ കരഞ്ഞ് ആകെ ഇതായിട്ട് നിൽക്കുകയാണ്, ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആൾ. അപ്പോൾ ശങ്കർ ഇങ്ങനെ സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അച്ഛനോട് പറയാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കതിന് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഒരു കണക്കിന് ഗൗരി ശ്യാം സാറിനോട് ഇക്കാര്യം പറഞ്ഞത് നന്നായി. എല്ലാവരോടും അറിഞ്ഞൂട്ടാ നമ്മുടെ അച്ഛനെ പറ്റിച്ചത് എന്നുള്ള പേരുദോഷം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ആ കാര്യത്തിലാണ് നമ്മുടെ വേണിമോള് അവൾ നമ്മുടെ 2 കൂട്ടരെയും ഒരുപോലെ പറ്റിച്ചല്ലോ. അവൾ ഒരു പക്ഷാഭേദവും കാണിച്ചിട്ടില്ല. ഇവിടെ ശ്യാം സാറിനൊരു പണി തന്നു, അവിടെ അങ്ങ് ചാരങ്ങാട്ടും അവളൊരു പണി കൊടുത്തിട്ടുണ്ട്. 2 പേർക്കും സെയിം 10 2 ഒപ്പത്തിനൊപ്പം കൊള്ളാം. 2 കൂട്ടർക്കും ഒരു പണി ഇരിക്കട്ടെ എന്ന് അവളങ്ങ് കരുതി കാണും. അപ്പോൾ ഇത് കേട്ട് ശ്യാമിന് നിയന്ത്രണം തെറ്റി ശ്യാം അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കെല്ലാം സന്തോഷമായി. ഇതേ ഗൗരി, നീ കണ്ടോ നമ്മുടെ ശ്യാം സാറ് അതെ അറിയാതെ ആണെങ്കിലും ഒന്ന് ചിരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം വേണിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പൊന്ന് ശ്യാം സാറേ, ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് അറിയുമോ? ശ്യാം സാറാ. ശ്യാം സാറ് പഠിപ്പിച്ച കുട്ടികളൊക്കെ നല്ല ഉയരത്തിലെത്തും. കാരണം എന്താണെന്നറിയോ? ശ്യാം സാറ് പഠിപ്പിക്കണതേ സ്നേഹ, അത് തന്നെ കാരണം. ശ്യാം സാറിനോട് ഒരാളോടും ദേഷ്യപ്പെടാൻ കഴിയില്ല, ദേഷ്യം കാണിക്കാനും പറ്റില്ല. അതും എനിക്കറിയാം. കാരണം ശ്യാം സാറിൻ്റെ ഉള്ളിലെ ദുഷ്ചിന്തകളൊന്നുമില്ലാത്ത ഒരു നല്ല മനുഷ്യനുണ്ട്. ഇവക്ക് ദൈവം നിൽക്കുന്ന ഈ വേണിക്ക് ഒറ്റ ബുദ്ധിയാ. ഇവക്ക് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഞാനും അങ്ങനെയാ. അത് ഞങ്ങളുടെ തൃശ്ശൂരുകാരുടെ മൊത്തം പ്രശ്നമല്ല കേട്ടോ, ചാരങ്ങാട്ടുകാർക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ട് സംഭവിച്ചു പോയതാ. എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ചില കുഴപ്പങ്ങളാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശ്യാം സാറ് നല്ല പഴുത്തവും വിവരമൊക്കെ ഉള്ള ആളല്ലേ. ഞങ്ങളുടെ പിള്ളേർ ചെയ്യണ കുറ്റവും കുറവൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ അച്ഛാ? വേണി പാവം അച്ഛാ. അതുകൊണ്ട് അവക്കൊരബദ്ധം പറ്റിപ്പോയി. അതിൻ്റെ പേരിൽ ഞാൻ ഇതേ തെറ്റ് ചെയ്തപ്പോൾ അച്ഛൻ എന്നോട് ക്ഷമിച്ചില്ലേ, അതുപോലെ എൻ്റെ അച്ഛൻ വേണിയോടും ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം വേണി പ്രൊഫസറെ എന്ന് വിളിച്ചു. ഇനി ഞാൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ 1000 വട്ടം എംപോസിഷൻ എഴുതി തന്നാൽ പ്രൊഫസർ എന്നോടൊന്ന് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കി എന്നിട്ട് എൻ്റെ പൊന്ന് വേണിമോളെ, 1000 എന്നൊന്നും നീ പറയല്ലേ, ഒരു 100 എന്നൊക്കെ പറയട്ടോ. എന്താണെന്ന് വെച്ചാലേ 1000 എന്നൊക്കെ പറഞ്ഞാലേ ഇന്നല്ല 2 മാസം കഴിഞ്ഞാൽ പോലും നീ എഴുതി തീരൂല കേട്ടോ. അപ്പം മുത്തശ്ശി പറയാണ്, നിൻ്റെ പ്രൊഫസർക്ക് ഒരു ദേഷ്യമില്ല, അവൻ്റെ സങ്കടം കൊണ്ട് നീ പറയുന്നതാട്ടോ, നീ കാര്യമാക്കണ്ട. അപ്പോൾ എൻ്റെ മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. മുത്തശ്ശി നോക്കി എന്നിട്ട്, അതെ, ഒരു പേരക്കുട്ടിയെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അതിൻ്റെ ഒരു സങ്കടമുണ്ട് എനിക്ക്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈശ്വരൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. സാരമില്ല കേട്ടോ, എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ അതേ നോക്കി എന്നിട്ട്, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആദർശേട്ടൻ്റെ കാര്യത്തിൽ നിങ്ങളാരും പ്രതീക്ഷ കൈവിടരുത് കേട്ടോ. നമ്മുടെ ആദർശേട്ടൻ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. എന്താ ഉഷാറായിട്ട് നമ്മുടെ ആദർശേട്ടൻ ബാങ്കിലേക്ക് ജോലിക്ക് പോവുകയും ചെയ്യും കേട്ടോ. ഒരു മാറ്റവും ഇല്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അമ്മ ഒരു വൈദ്യരെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ അന്ന്? നമുക്ക് ആദർശിനെ ആ വൈദ്യരെ ഒന്നും കൊണ്ട് കാണിച്ചാലോ എന്നിങ്ങനെ നന്ദിനി അമ്മ ചോദിക്കുക. അതെ, സെയിം ടൈം നമുക്ക് ആ വഴി ഒന്ന് പരീക്ഷിച്ചാലോ ശ്യാം സാറേ? നോക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നെല്ലാവരും ഇങ്ങനെ പറയുകയാണ്. എല്ലാ വഴികളും നമുക്കൊന്ന് പരീക്ഷിക്കാം. ശരി, എൻ്റെ ആദർശേട്ടനെ എന്താണെങ്കിലും പഴയ ആദർശേട്ടാക്കാൻ ഏത് വഴിയും പരീക്ഷിച്ച് നോക്കാൻ ഞാൻ തയ്യാറാട്ടോ എന്ന് വേണിയും ഇങ്ങനെ സപ്പോർട്ടായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, എല്ലാവരും ഹാപ്പി ആയിട്ട്. അതെ, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഇല്ലേ വേണിമോളെ? നമ്മുടെ അളിയൻസിനെ നമ്മൾ ഉഷാറാക്കി എടുത്തിരിക്കാം. നീ എന്തിനാടി സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേണിക്കും നമ്മുടെ ആദർശിനും ആളും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന ചാരങ്ങാട്ടാണ്. മഹാദേവൻ ആളെ ചൂട്ട് പിടിച്ച് നടക്കുക. ദാ അമ്പലത്തിലെ പായസ എന്ന് പറഞ്ഞു.
കൊണ്ടുപടിയോടെ മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഒരു പായസം കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? വേണി അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തതിന് ഞാനാണോ തെറ്റുകാരി? പറയേ. എൻ്റെ വേണിമോളെ, അവൾ അവിടെ ആ നശിച്ചവൻ്റെ കൂടെ നരകിച്ച് ജീവിക്കുമ്പോഴാണ് അവൻ്റെ പെങ്ങള് ഗൗരി ഇവിടെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ സകലവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് AC ഇട്ട് ജീവിക്കുക അവള്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ചാരങ്ങാട്ട് മഹാദേവനെ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പറയേ, എൻ്റെ വേണിമോളെ ഓർത്ത് എനിക്ക് സങ്കടമില്ലെന്നാണോ പറയണത്? ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ കണ്ടോ രാധാമണി, എന്താ കാണാൻ പോകുന്നെന്ന് നീ കാണിച്ചു തരാൻ ഞാൻ. ചാരങ്ങാട്ട് മഹാദേവനെ ഓരോണ്ണാക്കറൊന്നും അല്ലട്ടോ. അതുകൊണ്ട് എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ കണ്ടോ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. അതെ, സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. പഴയതുപോലെ അബദ്ധമൊന്നും നമുക്ക് പറ്റരുത്. അവളെ തീർക്കാൻ തീരുമാനിച്ചാൽ ചെവികളറിയാതെ അതങ്ങ് നടത്തിയെടുക്കണം. മനസ്സിലായോ? അപ്പം മഹാദേവൻ ഒരു അട്ടഹസിച്ചൊരു ചിരി അങ്ങ് ചിരിച്ചു കേട്ടോ. എന്നിട്ട്, എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഈ ചിരി കാണുമ്പോൾ എനിക്ക് പേടിയാട്ടോ എന്ന് പറഞ്ഞു. ആ പിന്നെ നീ പേടിക്കുന്ന എടി രാധാമണി തങ്കച്ചി, നീയെ ഒരു തുള്ളി പോലും ചോര വീഴ്ത്താണ്ട് ഈ ചില യുദ്ധങ്ങൾ നമുക്ക് ജയിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നിനക്കൊരു തേങ്ങയും മനസ്സിലായില്ല അല്ലേ? യുദ്ധം ജയിക്കാനേ ആയുധം അല്ല വേണ്ടത്, ബുദ്ധിയാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഞാനേ ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആളൊന്ന് വന്നോട്ടെ, നിനക്കറിയാവുന്ന ആൾ തന്നെയാ. ആളിങ്ങോട്ട് വരട്ടെന്നേ, എല്ലാം ശരിയാക്കാം. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വിശദമായിട്ട് നിനക്ക് വിളമ്പിത്തരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ച് വക്കീലിൻ്റെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നെറ്റിയിലൊരു കുറിയൊക്കെ തൊട്ട് ആളിങ്ങനെ വളരെ ഭവ്യതയോടെ വന്ന് കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ടീന്ന് വിളിക്കും. ആര് വിളിക്കും എന്ന് മഹാദേവൻ ചോദിച്ചു. ആര് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. എന്തേ വിളി കേൾക്കണ്ടേ എന്ന് ചോദിച്ചു. ഡോ താൻ ഇങ്ങോട്ട് കയറി വാടോ എന്ന് പറഞ്ഞു. ആൾ വളരെ ഭവ്യതയോടെ കയറി വരുവാണ് കേട്ടോ. എൻ്റെ പൊന്നോ വക്കീലിരിക്കും വക്കീലേ എന്ന് പറഞ്ഞു. ഇപ്പോൾ വക്കീൽ വേഗം ഇരുന്നു. ആ കൈ നിന്നിട്ട്, വക്കീലേ പായസം കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആളതങ്ങ് വാങ്ങി. അല്ല, മധുരം ഇട്ടാണാവോ? ഉപ്പിട്ടതാണല്ലോ സാധാരണ പായസം. പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന്, പായസത്തിൽ ആരെങ്കിലും ഉപ്പിടുവോടാ? ഉഴുത്തിരുമ്പി വക്കീലേ, താൻ എന്ത് വക്കീലാ? അല്ല, താൻ ശരിക്കും വക്കീലാണോ അതോ വല്ല വ്യാജനുമാണോടോ? മഹാദേവൻ സാറേ, വ്യാജനാണെങ്കിൽ എനിക്ക് വക്കീലാവേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല ഡോക്ടറോ ആയാൽ പോരെ? അതല്ലേ ഇപ്പം ലാഭം, അതല്ലേ ഇപ്പം ട്രെൻഡ് എന്ന് പറയുന്നു. പിന്നെ മഹാദേവൻ സാറേ, ഞാൻ ചാരങ്ങാട്ടേക്ക് എന്ന് അറിഞ്ഞപ്പോൾ ഒരാളൂടെ എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. അതാരാ എന്ന് ചോദിച്ചോ. വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ ആൾ തന്നെയാ, നമ്മുടെ സ്വന്തം ആളെ, ശേഖരൻ കുഞ്ഞ്. അപ്പോഴേക്കും രാധാമണിക്ക് സന്തോഷമായി. മഹാദേവൻ്റെ മുഖം മാറി. കുഴുത്തിരുമ്പ് വക്കീലേ, തന്നെ ഞാനുണ്ടല്ലോ, താൻ അവൻ്റെ വക്കാലത്തും കൊണ്ടായിട്ടാണോടോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് മഹാദേവൻ സാറേ, സംഗതി നമ്മുടെ ശേഖരൻ കുഞ്ഞ് ചെയ്തത് തെറ്റ് തന്നെയാണ്. തെറ്റെന്ന് വെച്ചാൽ നല്ല മണ്ടൻ തെറ്റാ. എന്ന് വെച്ച് സ്വന്തം മോനെ പടിയടച്ച് പിണ്ടം വെക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ? പറ. കൊലപാതക കുറ്റം ചെയ്ത ആൾ വരെ കോടതി ക്ഷമിച്ചിട്ടുണ്ടല്ലോ, പിന്നെയാണോ ഇത്? സാറ് ഇനിയെങ്കിലും നമ്മുടെ ശേഖരൻ കുഞ്ഞിനോട് ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിച്ചു. അതെ, വിശാല മനസ്കനായ മഹാദേവൻ സാറ് തിരിച്ചു വിളിക്കും എന്നും പ്രതീക്ഷയിൽ നമ്മുടെ ശേഖരൻ കുഞ്ഞ് പുറത്ത് നിൽപ്പുണ്ടിട്ടോ എന്ന് പറഞ്ഞു. ഒന്ന് നീട്ടി വിളിച്ചേനേ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഭയങ്കര ഗൗരവത്തിലാണ്. കുമരൻ വക്കീൽ എന്താണെങ്കിലും ശേഖരനെ ഒന്ന് വിളിക്കുക. അതിപ്പോൾ സാറൊന്നും പറയാണ്ടിപ്പോൾ ഈ കേറ്റി വക്കീൽ വിളിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാനവൻ്റെ അമ്മയാ. എൻ്റെ മോൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുമാരൻ വക്കീല അവനെ ഇങ്ങ് വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ പോയി വിളിക്കും എന്ന് പറഞ്ഞു. മഹാദേവനൊന്ന് നോക്കിയിട്ടോ. അപ്പോൾ ശേഖരൻ നാണം കെട്ട് കയറി വന്നിരിക്കുകയാണ്. ആളുടെ വരവൊക്കെ കണ്ടാൽ ചിരി വരും. ശരിക്കും പറഞ്ഞാൽ വലിയൊരു അജാനബാഹു പോലത്തെ ഒരാൾ, വളരെ ഭവ്യതയിൽ. അതെ, വന്നല്ലോ എന്ന് പറഞ്ഞു. മഹാദേവൻ ആകെ കലിപ്പുണ്ടെന്ന് നോക്കിയിട്ടോ. എന്നിട്ടിങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്.
എന്ന് പറഞ്ഞു പെട്ടെന്ന് കയറ്റി വക്കീൽ. ആള് വേഗം ഓടി ചെന്ന് മഹാദേവൻ്റെ കാലെ പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ പൊന്നച്ഛാ, അച്ഛാ എന്ന് വിളിച്ചു. അച്ഛാ പ്ലീസ് അച്ഛാ, അച്ഛനറിയാലോ അച്ഛൻ്റെ ഈ മസിൽ മോന് മസിലല്ലാതെ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനമില്ല. എനിക്കറിയാം അച്ഛനോടും ഞാൻ കമലോടും ഒക്കെ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അച്ഛാ എന്നോട് ക്ഷമിക്കണം. എനിക്കെൻ്റെ അച്ഛനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അച്ഛനെ ഈ എന്നെ അല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിലും പക്ഷേ എനിക്കിഷ്ടം എൻ്റെ അച്ഛനെ കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛാ എന്നോട് ഒരു വാക്കെങ്കിലും ഒന്ന് മിണ്ടച്ചാ, പ്ലീസ് എന്നെ ഒന്ന് നോക്കുമെങ്കിലും ഒന്ന് ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിക്കുകയാണ്. അച്ഛൻ എന്നെ നോക്കാണ്ട് മുഖം തിരിക്കണ കാണുമ്പോൾ എൻ്റെ ചങ്ക് പെടയാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് പറ്റിപ്പോയച്ചാ, സത്യമായിട്ടും പറ്റിപ്പോയച്ചാ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും മിണ്ടണില്ല. അതെ മഹാദേവ. അപ്പം മഹാദേവൻ ഒന്നും നോക്കുന്നത് പോലുമില്ല. ആൾ കയ്യും കെട്ടിങ്ങനെ തിരിഞ്ഞിരുന്നു മുഖം വീർപ്പിച്ച്. അതെ ശേഖരൻ കുഞ്ഞിനെ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞകത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു കയറ്റി വക്കീൽ. ബാക്കി എന്തിട്ടോ എന്ന് വെച്ചാലേ ഈ കയറ്റി വക്കീൽ ഏറ്റൂന്നേ, ധൈര്യമായിട്ട് പൊക്കോന്നേ. ഈ കയറ്റി വക്കീലല്ലേ ഈ പറയണത്. അപ്പം കുഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോ. അപ്പോൾ വേഗം ശേഖരൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പം ഡാ ഇത് നിനക്ക് ലാസ്റ്റ് വാണിംഗ് ആട്ടോ. ഇനി നിനക്ക് ഇങ്ങനെ ഒരു താക്കീതില്ല കേട്ടോ. ചാരങ്ങാട്ട് മഹാദേവന് അത് നീ മറന്നു പോകണ്ട എന്ന് പറഞ്ഞു. അവസാനം ആൾ ഓടി കയറുന്ന കണ്ടിട്ട് ശരിക്കും ചിരിയാട്ടോ മഹാദേവനും നേതാമണിക്കും വന്നത്, സത്യം പറഞ്ഞാൽ. അപ്പം ചിരിച്ചിട്ട് എടോ കൊഴുത്തിരുമ്പ് വക്കീലേ, ഞാൻ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചപ്പിച്ചതെന്ന് തനിക്കറിയാൻ പറ്റുമോ? അതിപ്പോൾ എനിക്ക് കവടി നടത്തുന്ന പരിപാടിയും മഷി നോട്ടുന്ന പരിപാടിയും ഇല്ലാത്ത കാരണം അങ്ങനെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നല്ല കാര്യങ്ങളൊന്നും ആവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ ചിരിക്കുകയാണ്. സത്യം പറയട്ടെ എടോ, ഇതാടോ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. കേട്ടോടോ, കാര്യം എന്തുട്ടാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഇഷ്ടമായതാണോ ഇഷ്ടമില്ലാത്തതാണോ അതൊന്നും നോക്കാണ്ട് പിന്നെ ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയും. അതാണ് കേട്ടോ തൻ്റെ ഒരു മെറിറ്റ്. എനിക്കത് ഇഷ്ടമായിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചിട്ട് എടി രാധാമണി തങ്കച്ചി, ഇനി ഗംഗ മോള് ഈ കുടുംബത്തേക്ക് കയറി വന്നപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിൽ കണ്ടിരുന്നു ഇല്ലേ? ശരിയല്ലേ? ഉവ്വ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഈ കൊഴുത്തുരുമ്പ് വക്കീലിനെ സഹായം വേണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. ഗംഗയ്ക്ക് ശങ്കറിനും ഇടയിൽ ഈ കുമാരൻ വക്കീലെ എന്ത് ചെയ്യാനാ? അത് പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ, ഞാനിപ്പോൾ എന്തൊട്ട് ചെയ്യാനാ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് എടോ താൻ ഒന്നും ചെയ്യണ്ടടോ, തൻ്റെ അക്ഷരങ്ങളിലെ വാക്കുകൾ അത് മാത്രം പണിയെടുത്താൽ മതി കേട്ടോ. തൻ്റെ അക്ഷരങ്ങൾ ജോലിയെടുത്താൽ മതിയെന്ന് മനസ്സിലാകുന്നുണ്ടോ തനിക്ക്? അപ്പോൾ ഇതൊക്കെ കേട്ട് വക്കീലിൻ്റെ കിളി പോയ പോലെ വക്കീലിങ്ങനെ ഇരിക്കുകയാണ്. രാധാമണിക്കും അത്ര പിടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ വക്കീലും ഇവരിങ്ങനെ ഈ മഹാദേവൻ്റെ ചിരി കണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയും കിരണിനെയാണ്. അപ്പോൾ കിരൺ ഇങ്ങനെ നിന്നിട്ട്, ധ്രുവ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എടാ കിരണേ, നമ്മൾ ഫ്രണ്ട്സാ, എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ നിനക്ക് പെർമിഷൻ്റെ ആവശ്യമില്ല. ധ്രുവ നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാവുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയാവുന്നത് ഇപ്പം ശിവാനിക്ക് മാത്രമാണ്. അതുകൂടാതെ നിൻ്റേതെന്ന് പറയാനായിട്ട് 2 പേരൂടെ ഇല്ലേടാ എന്ന് ചോദിച്ചു. നീ ആരുടെ കാര്യം ഉദ്ദേശിച്ചത്? അത് മറ്റാരുടെ അല്ല, നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ധ്രുവനൊന്ന് അട്ടഹസിച്ച് ചിരിച്ചു. എന്നിട്ട് നീ ഇത്ര വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം ഇതാണോ എന്ന് ചോദിച്ചു. എടാ അവരെന്നെ മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് വേറെ ഒരുപാട് പണികളുണ്ട് മോനെ. നിനക്കൊരു കാര്യം അറിയോ? സത്യം പറയട്ടെ, ഞാൻ ഇടയ്ക്ക് ഒരു ഫേക്ക് ഐഡിയയിൽ നിന്ന് എൻ്റെ അമ്മയുടെ സോഷ്യൽ മീഡിയയൊക്കെ ഞാൻ നോക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച അമ്മ വേറെ പുതിയൊരു പോഷ വാങ്ങി. നല്ല സൂപ്പർ വണ്ടി കേട്ടോ, എന്താണെന്ന് പറയില്ല. എൻ്റെ അച്ഛനിപ്പോൾ ഗോവയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാക്കിയാണ് പോയിരിക്കുന്നത്. അതിനല്ല പോയിരിക്കുന്നതെന്ന് അമ്മയ്ക്കും അറിയാം. സംഗതി അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. സത്യം പറഞ്ഞാൽ അവരുടെ ലോകത്ത് അവരെപ്പോഴും ഹാപ്പിയാണ്. അവിടെ എന്നും ഒരധികപ്പറ്റായിരുന്നു എന്നും എല്ലാ അർത്ഥത്തിലും. അപ്പോഴാണ് ഇതേ ഷാൻ അവിടെ നിന്ന് വെപ്രാളം പിടിച്ച് ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് മച്ചാനെ എന്ന് വിളിച്ചു.
എന്താടാ ഷാനെ എന്ന് ചോദിച്ചു. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശങ്കർബായിയും ഗൗരിയും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാ എന്ന് ചോദിച്ചു. ആ ഡോക്ടർ മിഥുൻ അവനും ആ ഗൗരിയുടെ അനിയത്തി ആരതിയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടത്താൻ പോവാന്നാണ് പറയണ കേട്ടത്. അവരുടെ എൻഗേജ്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് കേട്ടത്. അപ്പോൾ ആരതിയുടെ എൻഗേജ്മെൻറ്റ് ഉടനെ തന്നെ നടക്കൂലേ എന്ന് ചോദിച്ചു. ആ, എങ്കിൽ പിന്നെ അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കണമല്ലോ. മച്ചാൻ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, സമ്മാനം കൊടുക്കുന്നതേ നമ്മൾ എന്ത് സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനമോ നമ്മളോ എന്നിങ്ങനെ ഇവരിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ കെട്ടാനിരുന്ന പെണ്ണല്ലേടാ, അതുകൊണ്ടാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ആരതി എന്ത് വിചാരിക്കും? നിങ്ങൾ പറ, നമുക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം? അയ്യോ, ഗിഫ്റ്റ് കൊടുക്കാനോ? അതെ, എന്താ ഗിഫ്റ്റ് കേട്ടിട്ടില്ലേ? ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ വകയായിട്ട് നമുക്ക് ശങ്കർബായിക്ക് ആദ്യം തന്നെ ഗിഫ്റ്റ് കൊടുക്കാം. അതായിരിക്കും നല്ലത്. ഒരു ചെറിയ ഗിഫ്റ്റ്. എൻ്റെ പൊന്നു മച്ചാനെ, ശങ്കർബായിയും ആ അജിത്തും ജോജും ഒക്കെ മച്ചാനെ തപ്പി ഭ്രാന്ത് പിടിച്ച പോലെ നടക്കാണ്. ഇപ്പം നീ ശങ്കർബായിയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ നീ തീർന്നൊന്ന് കൂട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. മച്ചാമാരെ, ശങ്കർബായിയും ഗൗരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, കൊടുത്തേ പറ്റൂ, അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ആ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കേണ്ടത് ഞാനാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ഈ ധ്രുവൻ വെളിച്ചത്തേക്ക് വരാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പകരം ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് മറ്റൊരാളായിരിക്കും, വേറൊരാൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഡഷാനെ, നീ ഒരു കാര്യം ചെയ്തേ, നമ്മുടെ നവീൻ ബ്രോയെ ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്ന് പറ നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർക്കൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ധ്രുവൻ ചിരിച്ചപടി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണുന്നത് മഹാദേവനെയാണ്. അപ്പോൾ KT വക്കീലിന് മുന്നിൽ കുറേ പുസ്തകങ്ങളും ബുക്കും ഒക്കെ ആയിട്ട് കൊണ്ട് വച്ചിരിക്കുകയാണ് നമ്മുടെ രാധാമണി. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ്. ഇത് നമ്മുടെ ശങ്കരൻ കുഞ്ഞ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ബുക്കല്ലേ? അതായത് ബാല്യകാല സ്മരണകൾ ശങ്കരൻ കുഞ്ഞിൻ്റെ. അതെന്തിനാ ഇപ്പോൾ ഞാൻ നോക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. ആ എടോ വക്കീലേ, താൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞു തരണതുപോലെ താൻ അങ്ങ് ചെയ്താൽ മതി. ശരി, മഹാദേവൻ സാറ് പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹൈ, തിരക്ക് കൂട്ടാതെ വക്കീലേ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മഹാദേവൻ ഈ ബുക്കൊക്കെ എടുത്തു വെച്ച് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതായത് ഗംഗയോട് ശങ്കറിന് നേരത്തെ തന്നെ പ്രേമമുണ്ടായിരുന്നു എന്ന് ഗംഗ മോൾക്ക് ഇപ്പം ഈ എന്താ പറയുക ലെറ്റർ വായിക്കുമ്പോൾ മനസ്സിലാവണം. അങ്ങനൊരു എഴുത്തായിരിക്കണം താൻ എഴുതേണ്ടത്. ഇപ്പം തനിക്ക് സംഭവം മനസ്സിലായോടോ വക്കീലേ? അപ്പോൾ പ്രേമം തന്നെയാണ് കാരണം അല്ലേ? പ്രേമത്തിൻ്റെ കാര്യത്തിൽ എന്നെ തോപ്പിക്കാൻ ആർക്കും ആവില്ല കേട്ടോ. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഒക്കെ ലവ് ലെറ്റർ എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് ആരാ? ഈ വക്കീല്, ഈ കുമാരനാ എല്ലാം എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വക്കീൽ എഴുതിയാലുണ്ടല്ലോ അക്ഷരങ്ങളുടെ എന്താ പറയുക ഒരു ജ്വാലിക തന്നെ ഞാൻ അങ്ങ് തീർക്കും. അതൊക്കെ വായിച്ചിട്ട് ഇന്ന് വരെ ഒരു പെണ്ണിൻ്റെ മനസ്സിളകാതെ ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെയും ഒരു പ്രണയം വേണം, അതല്ലേ സാറിൻ്റെ ആഗ്രഹം. അത് പിന്നെ മഹാദേവൻ സാറ് ഒരു കേസ് തന്നിട്ട് അത് ജയിക്കുമോ തോക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ പറഞ്ഞാൽ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാട്ടോ, ഈ ഒരു കേസിൽ ഈ വക്കീൽ പൊളിയാട്ടോ. എൻ്റെ അക്ഷര തൂലികയിൽ ചലിക്കുന്ന ഓരോ വാക്കിലും ആ പെൺകുട്ടി വീണിരിക്കും, വെറുതെ ഒന്നുമല്ല കമന്നടിച്ച് വീണിരിക്കും, ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മഹാദേവനും രാധാമണിയും. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.